നമ്മൾ ഇന്ന് മുതൽ +2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തേല് കൺസ്ട്രക്ട് എ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം. അത് ഇന്നെടുത്ത് തരാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരണ്ടേ. അപ്പം അതേപോലെ ചെയ്താൽ മതി, ഫോളോ ചെയ്യാം കേട്ടോ. അടുത്തത് പിന്നെ ഓപ്പറേഷൻ ഓൺ എ മാട്രിക്സ്. ഓപ്പറേഷൻ ഓൺ എ മാട്രിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെ മാട്രിക് ഓപ്പറേഷൻസ് ആണുള്ളത്? ഈക്വൽ ഓഫ് മാട്രിക്സ്, അഡീഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസ് മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിലൂടെ നമുക്ക് ഓരോ ഭാഗവും മാട്രിക്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ആദ്യം തന്നെ കൺസിഡർ ചെയ്യുക ഒരു 2x2 മാട്രിക്സ്. അപ്പോൾ 2x2 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള വേ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് റോ എന്നുള്ളത് മനസ്സിലാക്കുക. റോ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് നമുക്ക് ഇനി കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ടതില്ല, നമുക്കറിയാം. അപ്പോൾ എന്താണ് റോ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മൾ റോ ഇതാണ് എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഇതിൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ചാൽ അത് പറ്റില്ല. ഈ ബോക്സ് വരയ്ക്കുന്ന പോലെ അല്ലേ, റോ ഇങ്ങനെ വരച്ചാൽ മതിയോ? പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എത്ര റോ ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? 2 റോ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ ആ 2 റോ എന്ന് പറയുമ്പോൾ അതൊരു അറേ ആക്കിയിട്ട് വയ്ക്കുക. 2 റോ ആണ് വേണ്ടത്, അതൊരു അറേ ആക്കി വെക്കുക. എത്രയാണ് വേണ്ടത്? 2. ഓക്കെ, 2 ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം സക്സസ്ഫുള്ളി ആ 2 വരച്ചു കഴിഞ്ഞു. ഇങ്ങനെ എന്താ ചെയ്തേ? റോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണോ ചെയ്തേ? അല്ല, 2 ഇതുപോലെ ഡോട്ട് ഇട്ട് വയ്ക്കുക. ആണോ, ഡോട്ട് ഇട്ട് വയ്ക്കുക. ശരിയായോ? ഇനി അപ്പൊ റോയുടെ കാര്യം കഴിഞ്ഞു. റോ കഴിഞ്ഞു കേട്ടാ. റോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോളാണ് വേണ്ടത്. അപ്പൊ കോൾ എത്ര വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു? 2. ശരിയാണല്ലോ. റോ എത്രണ്ണ? 2. കോൾ എത്രണ്ണ? 2. അപ്പൊ റോയും കോളും എന്താണ് മനസ്സിലായോ? ഒരു എം ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. അത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് m/n ആയിരിക്കും കാണാം. m എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റോസ്, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ ആയോ? ഓക്കെ, ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു റോ മെട്രിക്സ് വരയ്ക്കുക. ആ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട് എന്ന് പറഞ്ഞോ അത്ര റോസ് നമുക്ക് 2 അറേസ് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ റോ വരയ്ക്കുക, അതേപോലെ അതേ കൺസിഡർ ചെയ്തപ്പോൾ ഒരു റോ വരാൻ പോവുകയാണ്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റോ വരാൻ പോവുകയാണ്. ജസ്റ്റ് വരച്ചു പോകുന്നത്, ലൈനൊന്നും വേണ്ട കേട്ടോ, ആ സർക്കിൾ മാത്രമേ വേണ്ടൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് എത്ര കോളംസ് ഉണ്ട് നോക്കാം. അപ്പൊ റോക്ക് ഞാൻ 2 അറേ വരച്ചു കഴിഞ്ഞു. അതും എൻഡ് നമ്മുടെ സ്റ്റാർട്ടിങ് ഭാഗത്ത് മാത്രം നമുക്ക് എത്ര റോസ് ഉണ്ടോ എത്ര അറേസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 അറേസ് വരച്ചു. 2 റോ ഉള്ളത് കൊണ്ട് 2 അറേസ് വരച്ചു. ഇങ്ങനെ കണ്ടോ, ഇവിടെ വരാൻ പോവാണ്, വന്നിട്ടില്ല, വരും ഫ്യൂച്ചറിൽ കേട്ടോ. ഇനി എത്ര കോളംസ് ഉണ്ട്? 2 എണ്ണം. അപ്പൊ നമ്മള് ഇവിടെ ഓൾറെഡി 1 വരച്ചു കഴിഞ്ഞു കേട്ടോ. ഒരു കോളം നമ്മൾ വരച്ചു. കോളം വരയ്ക്കുമ്പോ ഇങ്ങനെ ലൈൻ ഇടുക, ഇങ്ങനെ അല്ലേ, 1 2 കണ്ടോ. ഇപ്പൊ കിട്ടിയോ? അപ്പൊ നമ്മള് ഇനിയിപ്പോ അതൊന്നും പറ്റില്ല, ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവണില്ല. സിമ്പിൾ ആയിട്ട് ഇപ്പൊ എത്ര റോ ഉണ്ടോ അത്ര റോ വരയ്ക്കാം. എത്ര കോളം ഉണ്ടോ അത്ര കോളം നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇപ്പൊ ഇവിടെ കണ്ടോ 1 2 3 4 അവർ രണ്ടാളും ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണത്? എലമെന്റ്സിനെ വരയ്ക്കാനായിട്ട്, എലമെന്റ്സ് എഴുതാനായിട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റ്സ് എഴുതാൻ പോണേ. കിട്ടിയോ? ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ 3/3 വന്നാൽ എന്താ ചെയ്യാ? 3/3 വന്നാ നമ്മളിപ്പോ 2/2 വന്നില്ല, 3/2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് 3/3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര റോ ഉണ്ട് അത്ര റോ വരയ്ക്കാം. എത്ര കോളം ഉണ്ട് അത്ര കോളം ലൈനായിട്ട് വരയ്ക്കാം. ജസ്റ്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറേസ് വരയ്ക്കാം. അപ്പൊ 3 6
എത്രയായി 9. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ 9. അപ്പൊ എത്ര ഒരു മെട്രിക്സിലെ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് റോയ്സും നമ്പർ ഓഫ് കോളംസും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെച്ചാൽ മതി. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക് കേട്ടോ. ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ വന്നാലോ നമുക്ക് അപ്ലൈ ചെയ്യാലോ. അപ്പൊ കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്കൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്, ഇതൊരു 2x2 മെട്രിക്സ് ആണ് എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2 റോ 2 കോളം ഇങ്ങനെ വരച്ച്, അപ്പൊ അതിനകത്ത് അറേ ഉണ്ടാവും 1 2 3 4. അതും നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ എഴുതി വെച്ചത് എങ്ങനെ കിട്ടിയത്, A11 ആണ്, A12 ആണ്, A21 ആണ്, A22 ആണ് എന്നൊക്കെ എങ്ങനെയാ മനസ്സിലായത്? ഡൗട്ട് ഉണ്ടാവും അല്ലെ? വളരെ സിമ്പിളാ. ഇത് ഫസ്റ്റ് റോ അല്ലേ, ഞാൻ കളർ ഒന്ന് മാറ്റാം. ഇത് ഫസ്റ്റ് റോ അല്ലേ, അതുപോലെ ഈ എലമെന്റിന്റെ കാര്യമായിട്ടാ പറയണേ. ഈ എലമെന്റ് ഫസ്റ്റ് റോയിലാണ്, ഫസ്റ്റ് കോളത്തിലാണ്. അപ്പോ A11 കിട്ടിയോ? അടുത്ത എലമെന്റിലേക്ക് പോവാം. അടുത്ത എലമെന്റ് നോക്കൂ, ഇത് A11 കിട്ടിയത് മനസ്സിലായോ? ഓക്കെ, ശരി, വെരി ഗുഡ്. അപ്പൊ ഇവിടെ A11 കിട്ടി, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി A12 കിട്ടിയത് എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. കിട്ടിയോ? ജസ്റ്റ് വരച്ച് വെച്ചാൽ മതി, നിങ്ങൾ വരയ്ക്കുക, കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ A12 ആണ്, മനസ്സിലായി. ഇനി അടുത്തത്, ഇത് ഫസ്റ്റ് റോ, ഇനി സെക്കൻഡ് റോയിലാണ് അടുത്ത ആള് വരുന്നത്. ഫസ്റ്റ് റോയിൽ എല്ലാ എലിമെന്റ്സും കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ എന്താ വരിക, A21. തെറ്റിച്ച് വെക്കരുത്, A12 എഴുതി കഴിഞ്ഞാൽ മാറും, A21 തന്നെ എഴുതാം. അടുത്തതോ ഒരാളും കൂടി കാണും അല്ലെ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പൊ A22 ശരിയായല്ലോ. അപ്പൊ അതും കിട്ടിയോ? ഇനിയിപ്പോ എന്താ നമുക്ക് കിട്ടാത്ത? ഒന്നും കിട്ടാത്തില്ല അല്ലേ. ഇനി നമുക്ക് നോക്കുക, A11 എന്ന് കാണാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. A11 എന്ന് കാണാനുണ്ട് അല്ലെ. ഈ എലമെന്റ്, ആ ഒരു അറയില് ഏത് എലമെന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? ഐയും, കാരണം അപ്പൊ ഐ എന്ന് പറഞ്ഞു അല്ലെ. ഐ എന്ന് പറയാൻ കാരണം എന്താ? ഐ എന്നല്ല കേട്ടോ. ഐ എന്ന് പറയാൻ കാരണം എന്താ? താഴെ തന്നിരിക്കുന്നു, നമുക്കൊരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോ ഐയും ജെയൊക്കെ അറിയണം വേണ്ടേ? ഐയും ജെയൊക്കെ നമുക്ക് ആർക്കറിയണം? നമുക്കറിയണം. ഐയും ജെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ A11, അപ്പോ ഐയുടെ പ്ലേസിൽ 1, ജെയുടെ പ്ലേസിൽ 1 ആണെന്നിട്ട് കാണുമ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ അതുപോലെ ആ ഇക്വേഷനിൽ കൊടുക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ ഐയുടെ പ്ലേസിൽ 1, ജെയുടെ പ്ലേസിൽ 1. അപ്പൊ 2 into I എന്നല്ലേ. ഐ ഇപ്പൊ ഇവിടെ എന്തായി? 1 ആണ്. മൈനസ് 3 into J എന്നല്ലേ. ജെയും ഇവിടെ എന്തെന്നെയാണ്? 1 ആണ്. അപ്പൊ ഇനി മോഡിട്ടാ മാർക്ക് ചെയ്യും. അപ്പൊ മോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വന്നാലും പോസിറ്റീവ് വാല്യൂസ് വന്നാലും നമുക്ക് ആൻസർ എന്തെന്നെ വരുള്ളൂ? പോസിറ്റീവ്. ഞാൻ എപ്പോഴും പോസിറ്റീവാ, ഞാൻ നന്നായി ഇപ്രാവശ്യം എപ്പസ് അടിച്ചിരിക്കും എന്ന് നമ്മൾ പറയുന്ന പോലെ അല്ലെ. അതേപോലെ തന്നെ ഇതും എന്തെന്നെയായി? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് ഓക്കെ ആയോ? അപ്പൊ ആ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. ആ ഇക്വേഷൻ വെച്ചിട്ടാ. എന്തായാലും ഇക്വേഷൻ Aij ഈക്വൽ ടു മോഡ് 2i മൈനസ് 3j. അപ്പൊ ഐയുടെ പ്ലേസില് നമ്മൾ എന്ത് ചെയ്തു? 1 കൊടുത്തു, കാരണം നമുക്ക് 1 ആണ് വരെ. ഓക്കെ, അപ്പൊ ഐയും 1 ആണ്, ജെയും 1 ആണ്. കിട്ടിയോ? ശരി. ഇനി അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? അവിടെ 2 into 1 ചെയ്ത 2, 3 into 1 ചെയ്ത 3. അപ്പൊ അത് 2 minus 3 എന്താണ്? -1 ആണ്. മോഡ് ആയതുകൊണ്ട് എന്ത് വരും? 1. നമ്മൾ പറഞ്ഞല്ലോ മോഡാണ്. നമ്മളതിനെ നെഗറ്റീവ് എനർജി എന്ത് ചെയ്യില്ല, പറ്റിയില്ല. ഓക്കെ, നമ്മൾ മോഡ് ഒരു ആവരണത്തിലാണ് ഇരിക്കുന്നത് കേട്ടാ. ശരിയായല്ലോ. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മോഡ് ഉണ്ട്. അപ്പൊ നമുക്ക് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒക്കെ നമ്മൾ എന്തിലേക്കേ പോവുള്ളൂ? പോസിറ്റീവ്. ഇനി അടുത്തത് നോക്കുമ്പോ ഫസ്റ്റത്തെ ഐ പിന്നെ ജെ. അപ്പൊ ഐ 1 ആണ്, ജെ 2 ആണ്. അപ്പൊ എന്ത് വരും? 2 into 1, 3 into
2. 2 into 1 2 ആണ്. 3 into 2 6 ആണ്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ -4 കിട്ടും. പക്ഷെ നമുക്ക് മോഡിനുള്ളിലല്ലേ, അപ്പോൾ 4 കിട്ടിയോ? ശരി. ഇനി നമുക്ക് ഒരാളെയും കൂടെ കാണാനുള്ളൂ. അത് വേഗം ചെയ്യാലോ? ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ എങ്ങനെ ചെയ്യാ? ഇവിടെ നോക്കോ, 2 into 2. എങ്ങനെ 2 into 2 വന്നേ? നമ്മുടെ ഇക്വേഷൻ aij ഈക്വൽ ടു 2i മൈനസ് 3j ആണ്. അപ്പൊ i എന്ന് പറയുമ്പോ 2 അല്ലേ, j എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് കേട്ടോ. 2 1 അല്ലേ? ഇക്വേഷൻ നോക്ക് കുട്ടികളെ, 2 1. അപ്പൊ ഐയുടെ പ്ലേസിൽ 2 ആണ്. j എന്ന് പറയുന്നത് രണ്ടാമത് എഴുതിയത് കൊണ്ട് j 1 ആണെന്ന് കിട്ടി. അപ്പൊ അതിൽ കൊടുക്കുക. 2 into 2 4 ആണ്. 3 into 1 3 ആണ്. ഇനി 4 minus 3 എന്താണ്? 1 ആണ് അല്ലേ? അപ്പൊ അത് ഒരു പോസിറ്റീവ് ടേം തന്നെയാണ്. അത് ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് 1 തന്നെയാണ് ആൻസർ കിട്ടുക. ഇനി 2 2. അപ്പൊ ഐ എന്താ? ഞാൻ പറഞ്ഞേ ഐ എന്താ? അയ്യോ 2 അല്ലേ കുട്ടികളെ? 2 കണ്ടോ? ഇതാ aij. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടാ. അപ്പൊ ഐ എന്താ? വേഗം പറഞ്ഞ ഐ എന്താ? 2. j എന്താ? 2. അപ്പൊ i ഈക്വൽ ടു 2 ആണ്, j ഈക്വൽ ടു 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2i തന്നെ എഴുതാൻ പറ്റുമോ? അല്ല, 2 into i ആണോ? അല്ല, i എന്താ അവിടെ? 2. ഇനി 3j. അപ്പൊ 3j എന്നാണോ ഇതാ? അല്ല, 3 into j യുടെ വാല്യൂ എത്രയാ? 2. 3 into 2 കിട്ടിയോ? അപ്പൊ 2 into 2 എന്താ? 4. 3 into 2 എന്താ? 6. അപ്പൊ 4 minus 6 ചെയ്താൽ മതി. 4 minus 6 എന്താ നമുക്ക് അറിയാം? -2 ആണ്. കാൽക്കുലേറ്റർ ഒക്കെ ഉള്ളതാണ്, ചെയ്തു നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാലോ. കാരണം നമുക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ട്. ഒരു മെട്രിക്സ് നമുക്ക് തന്നു, 2x2 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. ലൈൻ വരയ്ക്കണ്ടേ? വരച്ചു. എത്ര റോ വേണം? 2 എണ്ണം. എത്ര കോളം വേണം? 2 എണ്ണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എത്ര റോ വരും? 1 2 3 4. ഇന്റർസെക്ട് ചെയ്തതാണ് എന്ത്? നമ്മുടെ അറേസ്. അപ്പൊ അറേസിൽ കുറെ എലമെന്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ എലമെന്റ്സ് ഒന്നും നമുക്ക് അറിയില്ല. ആ എലമെന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇക്വേഷനിൽ കൊടുക്കണം. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആ ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ശരിയാണോ? അപ്പൊ ഇവിടെ എ കാണാനാണ് ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ? റൈറ്റ്, എ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സാ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം a11, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം a12, ഫസ്റ്റ് പോയി സെക്കൻഡ് റോ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സാറ് പറഞ്ഞപ്പോ എന്തൊക്കെയോ മാറിപ്പോയി അല്ലേ? സാറില്ല, ആ സ്പീഡിൽ അങ്ങ് പറഞ്ഞതാണ് കേട്ടാ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ A21, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 82. ശരിയായല്ലോ? ശരി, വെരി ഗുഡ്. നിങ്ങള് തകർത്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമ്മള് ആൻസർ ചെയ്യാൻ പോവാണ്. ആ ഒരു ഫോർമുല ഒന്ന് എഴുതി വെക്കുക കേട്ടാ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുക. ശരിയാണോ ഈ എന്ന് വിചാരിക്കണം. ഈ ഫോർമുല മാത്രമല്ല, ഈ ചോദ്യം തന്നെ എഴുതി വെക്കുക കേട്ടാ. ഇനി ക്വസ്റ്റ്യൻ ആൻസറിക്ക് പോവാണ്. അപ്പൊ ഞാൻ ഫോർമുല ഒന്നും കൂടി എഴുതി വെക്കുന്നുണ്ട്. എഴുതി വെച്ച് തരാട്ടാ. j² by 2. ഞാൻ ഫോർമുല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ aij a11 അപ്പൊ നമ്മൾ നോക്കുമ്പോ a1 aij a11. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? i ഇവിടെ 1, j ഇവിടെ 1. ഐയും ജെയും 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഐയുടെ പ്ലേസിലെ 1 അണ്ടാ, ഐയുടെ പ്ലേസിൽ 1 കൊടുത്തു, ജെയുടെ പ്ലേസിൽ 1 കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമ്പിൾ ആണ്. അപ്പൊ ഈ 1 ഇവിടെ, ഈ 1 ഇങ്ങോട്ട് തന്നെ എഴുതുക. 2 into 1 2, സ്ക്വയർ ഒക്കെ ഇട്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. 1 + 2 3 ആണ്. അപ്പൊ 3² by
2. 3² എന്ന് പറയുമ്പോൾ 3² എത്രയാണ് 9/2 കഴിഞ്ഞു. ഇനി അടുത്തതിൽ നോക്കുമ്പോൾ 1 2 ആണ് അല്ലെ, 1 2 അല്ലേ. Aij A12 by 1j2 അല്ലോ. കിട്ടിയോ? കിട്ടി. സിമ്പിൾ. ഓക്കെ, ഇനി ഫോർമുലയിൽ കൊടുക്കുക. അപ്പൊ ഐ ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഐ ആദ്യം എഴുതി പ്ലസ് 2j പറയുമ്പോൾ ഇവിടെ 2 അല്ലേ. അപ്പൊ 1 പ്ലസ് 2 ഇൻറ്റു 2 1 പ്ലസ് 4 അല്ലെ. 2 ഇൻറ്റു 2 എന്താ 4. ശരിയായല്ലോ. 1 പ്ലസ് 4 എത്രയാ 5. അപ്പൊ 5² ചെയ്യുമ്പോ കിട്ടിയെന്ന് വിചാരിക്കണം 25/2. ഇതേപോലെ എല്ലാം ചെയ്യാം. അപ്പൊ A21 പറയുമ്പോ എന്ത് വരും? ഐ, ഇവിടെ ഐ ആണ് കേട്ടാ, അത് ഐ അല്ലേ. ഐ പ്ലസ് 2j 2 ഇൻറ്റു j ഇവിടെ എത്രയാ 1² 2. അപ്പോ 2 എന്ന് പറയുമ്പോൾ 2 തന്നെ, പ്ലസ് 2 ഇൻറ്റു 1 2 തന്നെ. 2 പ്ലസ് 2 4 അല്ലേ. ശരിയല്ലേ, 4 ആണ്. അപ്പൊ 4² എത്രയാ 16/2 ചെയ്യുമ്പോ 8 ഡിവിഷൻ ചെയ്താൽ മതി ട്ടാ. ഇനി അടുത്തത് ലാസ്റ്റ് 1 ആണല്ലോ. ലാസ്റ്റ് 1ക്ക് പോവുകയാണ്. ലാസ്റ്റ് 1 നമുക്ക് ചെയ്യണം. അത് കിട്ടാൻ വളരെ എളുപ്പമാണ്. വീണ്ടും ഐ പ്ലസ് അല്ലെ, ഐ പ്ലസ് 2j (2). ഐ ഇവിടെ j അല്ലെ, ഐ ഇവിടെ എന്താണ് 2, j ഇവിടെ എന്താണ് 2. അപ്പൊ ഐയുടെ പ്ലേസിൽ 2, ജെയുടെ പ്ലേസിൽ 2, ബാക്കിയൊക്കെ അതേപോലെ എഴുതി. ഇനി 2 പ്ലസ് 2 ഇൻറ്റു 2 എന്താ 4. 2 ഇൻറ്റു 2 എന്താണ് 4. അടുത്തത് 2 പ്ലസ് 4 എന്താ 6. 2 പ്ലസ് 4 എന്താ 6. അപ്പൊ 6² എന്താ 36. 6² എന്താ 36. 36/2 എന്താ 18. കഴിഞ്ഞോ? കിട്ടിയോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്നത് ഇതേപോലെ, ഇനി എല്ലാം സിമ്പിൾ ആണ് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും അല്ലെ. പഠിച്ചില്ലെങ്കിലോ അയ്യേക്കൊന്നും അറിയില്ല കേട്ടാ, ഇതെന്താ ചെയ്യാ എന്നറിയില്ല. അങ്ങനെ തന്നെ എല്ലാവർക്കും കേട്ടോ. പഠിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പഠിക്കാതെ കിട്ടുമോ? കിട്ടില്ല. പഠിക്കാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടിയും പോവാം. അടുത്ത ക്വസ്റ്റ്യനിക്ക് ഇപ്പം എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അതിന്റെ ഓർഡർ 3/3 ആണ്. അപ്പൊ ആദ്യം എത്ര റോസ് ഉണ്ട് 3, എത്ര കോളംസ് ഉണ്ട് 3. ലൈൻ വരയ്ക്കാൻ നമുക്ക് പഠിച്ചില്ലേ? പഠിച്ചു. ആ ഇന്റർസെക്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? അറേസ്. എഴുതി വെക്കുക. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക. ഇങ്ങനെ തന്നെ ചെയ്തു വേണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും. അറിയുന്നവര് വേഗം മെട്രിക്സ് എന്ത് ചെയ്യുക, ഇതൊന്നിട്ട് എഴുതുക, വേഗം എഴുതാം. അപ്പൊ ഞാൻ ഇതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതുപോലെ ഫസ്റ്റ് റോ തേർഡ് കോളം. കിട്ടിയോ? കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. അടുത്തത് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ചിലവർക്കിത് ഇതൊക്കെ സാറ് പറഞ്ഞതല്ലേ, 10 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, വീണ്ടും വീണ്ടും പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അറിയാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അറിയണവരാണെങ്കിൽ എന്ത് ചെയ്യണം? കേൾക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് വേണ്ട, പ്രോബ്ലം ചെയ്യാൻ നോക്കുക കേട്ടോ. ആ സമയത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതി. ഈ എഴുതി വെക്കാനുണ്ട്, മെട്രിക്സ് ഒക്കെ എഴുതാനില്ലേ. അപ്പൊ ഇത് പോയിട്ട് എഴുതൂ. പക്ഷെ അപ്പം തന്നെ നിങ്ങൾ നോട്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക, പഠിക്കുക, തോക്കുക. റഫിൽ എഴുതണമെങ്കിൽ റഫിൽ ചെയ്താൽ മതി, നോ പ്രോബ്ലം. അടുത്തത് ഇത് മെട്രിക്സിന് എലമെന്റ്സ് കാണണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല എടുക്കണം അല്ലെ. ഫോർമുല എടുക്കുകയല്ല, അതായത് തന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്യണ്ട, അയ്യോ ഫോർമുല പഠിച്ചു വെക്കണോ? വേണ്ട, ഫോർമുല നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടാ. ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാ ചോദ്യം. ദോസ് എലമെന്റ്സ് ആർ ഗിവൻ ബൈ 2i മൈനസ് ജെ. Aij എന്ന് പറയുന്നത് 2i മൈനസ് ജെ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ എലമെന്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം A11 കാണാണ്. A11 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 എവിടുന്ന വന്നേ?
1 എന്ന് പറയുമ്പോൾ ഐ മൈനസ് വീണ്ടും 1 വന്നു, അതാണ് ജെ. ജെ ഇവിടെ 1 അല്ലേ, അപ്പോൾ എ ഐ ജെ എന്ന് പറയുമ്പോൾ ഐ ഇവിടെ 1 ആണ്, ജെയും ഇവിടെ എന്താണ് 1 ആണ്. കിട്ടിയോ? ഇനി അപ്പോൾ 2 - 1 എന്ന് വരും, ആൻസർ 1. അടുത്തത് A12, അപ്പൊ ഐ ഇവിടെ എന്താണ് 1, 2 എന്ന് പറയുമ്പോൾ ജെ ഇവിടെ 2 ആണ്. അപ്പൊ 2i - j എന്ന് പറയുമ്പോൾ 2 × 1 - 2, 2 - 2 എന്താ 0. അടുത്തത് A13, അപ്പൊ a × i എന്നാണോ വീണ്ടും എഴുതാൻ പോണേ? അല്ല, 2 × i, 2 × 1 - 3, 2 - 3 എന്താ -1. അടുത്തത് 2 1 അല്ലേ, അപ്പൊ a i j, i = 2 ഉം j = എന്താണ് ഇവിടെ? ശ്രദ്ധിക്കില്ലേ ഇവിടെ? ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചേ? എന്തോ ശ്രദ്ധിച്ചു അല്ലെ? പോട്ടെ. അപ്പൊ ഇവിടെ A21 അല്ലേ പറഞ്ഞേ? A21 പറയുമ്പോ ജെ ഇവിടെ 1 ആണ് കേട്ടോ. ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് A22, അപ്പൊ 2 പറയുമ്പോ 2 2 ആണ്, എയും ഐയും 2 ആണ്, ജെയും എന്തെന്നെയാണ് 2 ആണ്. സോൾവ് ചെയ്ത് വെക്കുക. അടുത്തത് A23 എന്ന് പറയുമ്പോ ഐ ഇവിടെ 2 ആണ്, ജെയും ഇവിടെ 3 ആണ്, ജെ ഇവിടെ 3 ആണ്. അടുത്തത് A31 എന്ന് പറയുമ്പോ എന്താ വരിക? ഐ ഇവിടെ എത്രയാ? വേഗം ഐ എന്താ 3, ജെ എന്താ 1. അടുത്തത് A32, അപ്പൊ A32 ഐ എന്താ 3, ജെ എന്താ 2. കിട്ടിയോ? കിട്ടി. അത് സോൾവ് ചെയ്യണേ. അടുത്തത് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യില്ലേ? ഇനി നിങ്ങൾ സ്മാർട്ട് ആയില്ലേ? ഓക്കെ. A33 എന്ന് പറയുമ്പോൾ 2i - j ആണ് ഫോർമുല. ഐ എന്താ 3, ജെ എന്താ 3. അപ്പൊ 2 × എന്താ എഴുതണം? 2 × 3 - 3, 6 - 3, ആൻസർ 3. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് 2 ഹോംവർക്ക് തന്നിട്ടുള്ളൂ, ചെയ്യുക. ഇന്ന് 8 മണിക്ക് മുമ്പായിട്ട് ചെയ്യുക. ഓക്കെ. ഇതിന്റെ ആൻസർ വേഗം ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 8 മണിക്ക് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ആൻസർ വീഡിയോ ആയിട്ടല്ല, നിങ്ങൾക്ക് ഒരു എങ്ങനെയെങ്കിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.